കേരള അസംബ്ലി ഇലക്ഷൻ അവസാനിച്ചതിന് ശേഷം UDF പാർട്ടി 102 സീറ്റുകൾക്ക് അധികാരത്തിലേറുകയും ഈ ഒരു സമയത്ത് പാർട്ടിയിലെ ഏറ്റവും വലിയ ഒരു ചർച്ച എന്ന് പറയുന്നത് ആരായിരിക്കണം ഈ ഒരു 2026 മുതൽ 2031 വരെയും കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് മൂന്ന് പേരുകളാണ് നമ്മൾ ഈ ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് കേട്ടുവരുന്നത്. അതായത് ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ, ദെൻ അടുത്തതായിട്ട് കേൾക്കുന്നത് KC വേണുഗോപാലാണ്, അടുത്തതായിട്ട് രമേശ് ചെന്നിത്തലയും. അപ്പോൾ ഇത്രയും പേരുകളാണ് നമുക്കിപ്പോൾ സജീവമായിട്ട് ഈ ഒരു UDF പാർട്ടിയിൽ നിന്ന് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേട്ടുവരുന്നത്. അതിൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലക്ക് പൊതുവെ സാധ്യതകൾ കുറവാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് സാധിക്കും. കാരണം കൂടുതലും നമ്മളിപ്പോൾ കേട്ടുവരുന്നത് VD സതീശനും ഈ പറയുന്ന KC വേണുഗോപാലുമാണ്. ഇപ്പോൾ ക്യാബിനറ്റിൻ്റെ ഭാഗത്തു നിന്ന്, അതായത് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ ഇവരൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സാധ്യത KC വേണുഗോപാലിനാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ജനവികാരം, അതായത് ഈ പറയുന്ന കേരളത്തിൽ ഇത്രയും ജനങ്ങൾ ഈ ഒരു UDF പാർട്ടി അധികാരത്തിലേറിയ സമയത്ത് മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി VD സതീശനാണ്. അതുപോലെ തന്നെ VD സതീശൻ മുന്നിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടും അതുപോലെ ഈ ഒരു പാർട്ടിയെ ലീഡ് ചെയ്തത് കൊണ്ടുമാണ് ഈ ഒരു പാർട്ടിക്ക് ഇപ്പം ഇത്രയും വലിയൊരു സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി വന്നത്. ഇപ്പോൾ ഒരുപാട് പേര്, ഒരുപാട് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടികളുടെ ഈ പറയുന്ന അനുയായികൾ പറയും ഈ പറയുന്ന പിണറായി വിജയനോടുള്ള എതിർപ്പ് കൊണ്ടാണ് UDF പാർട്ടി ഇവിടെ വിജയിച്ചു വന്നതെന്ന്. നോർമലി അതിപ്പോൾ എല്ലാ രാജ്യത്തും എല്ലാ സംസ്ഥാനത്തും എവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഒരു പാർട്ടി അധികാരത്തിലിരിക്കുന്ന സമയത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അവരുടെ നേതാവായിട്ടുള്ള ആ ഒരു മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത പക്ഷം മറ്റൊരു പാർട്ടിയിലേക്ക് ജനങ്ങൾ മാറ്റി ചിന്തിക്കും. അതിപ്പോൾ ഇതിനെ ഈ പറയുന്ന VD സതീശൻ്റെ ആ ഒരു ലീഡർഷിപ്പിനെയും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെയൊക്കെ ഈ ഒരു കാര്യത്തെ വെച്ച് മാത്രം അങ്ങ് തള്ളിക്കളയാമെന്ന് ആരും വിചാരിക്കേണ്ട. പിന്നീട് ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരു കാൻഡിഡേറ്റിന്റെ പേര്, അതായത് VD സതീശൻ അല്ലാതെ KC വേണുഗോപാൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എന്നീ പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരാൻ പോകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന UDF പാർട്ടിക്ക് ജനങ്ങൾ കൊടുത്തൊരു വിശ്വാസമുണ്ട്. കാരണം ഈ പറയുന്ന പാർട്ടി അധികാരത്തിലേറുന്നതും ഈ പറയുന്ന VD സതീശൻ അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നതൊക്കെ ഒരുപാട് ജനങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു VD സതീശൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഈ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്ത ലക്ഷക്കണക്കിന് ആളുകളാണുള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ ആ ഒരു വിശ്വാസം ഈ ഒരു പാർട്ടിയോട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇല്ലാതാക്കപ്പെടും. അതുപോലെ തന്നെ ഈ പറയുന്ന ന്യൂസ് ചാനലുകളും അത്തരത്തിലുള്ള പല സമൂഹ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പോളുകളിലും കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ജനവികാരം അത് ഈ പറയുന്ന VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ക്യാബിനറ്റ്, അതായത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി ഇവരൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് ജനങ്ങളുടെ ആ ഒരു വികാരം കൂടി മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് ഇപ്പോൾ ഒരു 102 എന്ന ഒരു മാജിക് നമ്പറിലേക്ക്, അതും പ്രഡിക്റ്റ് ചെയ്തിരുന്നത് ഇതേ VD സതീശൻ തന്നെയാണ്. കാരണം ഈ പറയുന്ന രമേശ് ചെന്നിത്തല ആയാലും ഈ പറയുന്ന UDF പാർട്ടിയിൽ ഏറ്റവും വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികളാണെങ്കിലും 100-ലേറെ സീറ്റുകൾ, 100+ സീറ്റുകൾ നേടിക്കൊണ്ട് UDF അധികാരത്തിലേറും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പുച്ഛിച്ച് തള്ളി, അല്ലെങ്കിൽ എല്ലാവരുടെ മനസ്സിലെങ്കിലും ഒന്ന് ചിരി വന്നിട്ടുണ്ടാവും. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 100-ലധികം സീറ്റ് കിട്ടിയപ്പോൾ അത് എല്ലാവർക്കും ആ ഒരു സത്യമാണെന്ന് മനസ്സിലായി. കാരണം നമുക്ക് മനസ്സിലാക്കുന്ന ആ ഒരു VD സതീശൻ എന്ന് പറയുന്ന ആ ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷൻ, അദ്ദേഹം ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിച്ച് അല്ലെങ്കിൽ ഓരോരോ സ്ഥലങ്ങളുടെയും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും വോട്ട് അവിടെ കിട്ടും, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഇത്ര പഞ്ചായത്ത് കിട്ടും, ഇത്ര മുനിസിപ്പാലിറ്റി കിട്ടും, ഇത്ര കോർപ്പറേഷൻ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ വ്യക്തമായിട്ട് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് ശരിയായി വന്നിട്ടുണ്ട്. അത് ജനങ്ങളുടെ വികാരം അറിഞ്ഞ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഫുള്ള് VD സതീശൻ തന്നെയാണ് ഇങ്ങനെ ആറാടി നിൽക്കുന്നത്. കാരണം മുഖ്യമന്ത്രി ആകുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഈ കണ്ട ജനങ്ങൾക്ക് മുഴുവനും. അപ്പോൾ അതങ്ങനെയല്ല എന്നുള്ള രീതിയിൽ വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു UDF സർക്കാരിനോട് ഒരു എതിർപ്പ് ഈ പറയുന്ന ജനങ്ങൾക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആദ്യം ചെറിയൊരു എതിർപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഭയങ്കര പാടാണ്. ഒരു ചെറിയൊരു ഇഷ്ടക്കേട് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പാർട്ടി ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളും പിന്നീട് അത് ആ ഒരു ഇഷ്ടക്കേടിനെ മുന്നിൽ കണ്ട ഇവരൊക്കെ ഉള്ളിലേക്ക് എടുക്കുള്ളൂ. ഇപ്പം എത്ര മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ എത്ര കൊള്ളാവുന്ന കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് ഈ ഒരു ഇഷ്ടക്കേട് ഇങ്ങനെ മുന്നിലുണ്ടാവും. അന്ന് അങ്ങനെ ആക്കിയില്ലല്ലോ, അത്രയും ആ പുള്ളി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ആക്കാഞ്ഞത് എന്ത് മര്യാദയാണ് എന്നുള്ള രീതിയിലൊക്കെ ജനങ്ങളിങ്ങനെ വിചാരിക്കും. അപ്പോൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അപ്പോൾ ജനവികാരം അറിഞ്ഞുകൊണ്ടൊരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് തന്നെ പറയാനുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ 3 പേരുകൾ നമ്മളിപ്പോൾ ഇങ്ങനെ കേട്ടുവരുന്നുണ്ട്. അതിനകത്ത് 2 പേരാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഒന്ന് VD സതീശൻ തന്നെയാണ്, then അടുത്തതായിട്ട് KC വേണുഗോപാൽ കൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ KC വേണുഗോപാലിനെ ഈ പറയുന്ന
മന്ത്രിസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചില നിയമവശങ്ങളും ഉണ്ട്. അതും കണക്കാക്കി വേണം ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ വരുന്ന നിയമവശങ്ങൾ ജനങ്ങൾക്ക് അധികം പേർക്ക് സുപരിചിതമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ KC വേണുഗോപാൽ ആലപ്പുഴയിൽ MP ആണ്. അപ്പോൾ ആലപ്പുഴയിൽ MP ആയിട്ടിരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും മുഖ്യമന്ത്രി ആവാനായിട്ട് സാധിക്കില്ല. അദ്ദേഹം ഈ പറയുന്ന കേരള അസംബ്ലി ഇലക്ഷനിൽ അല്ലെങ്കിൽ കേരള അസംബ്ലിയിൽ ഒരു MLA ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിട്ട് ഒരു 5 കൊല്ലം ഇരിക്കാനായിട്ടും കേരളം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആലപ്പുഴയിലെ MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് 6 മാസത്തിനുള്ള, അതായത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ അദ്ദേഹം ഈ പറയുന്ന കേരളത്തിൽ ഇപ്പോൾ UDFന്റെ ഏതെങ്കിലും ഒരു MLAയെ രാജിവെച്ചുകൊണ്ട് ആ സ്ഥാനത്ത് KC വേണുഗോപാൽ ഇവിടെ MLA ഇലക്ഷന് വേണ്ടി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം. അതേ സമയത്ത് ആലപ്പുഴയിൽ MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് അവിടെയും പുതിയൊരു MPക്ക് വേണ്ടിയുള്ള ഇലക്ഷൻ വെക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും പ്രൊസീജിയേഴ്സ് ഉണ്ട് KC വേണുഗോപാൽ MLA ആയിട്ട് വരാനായിട്ടും പിന്നീട് മുഖ്യമന്ത്രി ആവാനായിട്ടും. അപ്പോൾ ഇത് മുഖ്യമന്ത്രി ആയിട്ട് സ്ഥാനാരോഹണം ഏറ്റതിന് ശേഷം 6 മാസത്തിനുള്ളിലാണ് ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ഒരു MLA രാജിവെക്കണം, ആ സ്ഥാനത്ത് KC വേണുഗോപാൽ നിൽക്കണം, ജയിക്കണം, പിന്നീട് മുഖ്യമന്ത്രി ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ആലപ്പുഴയിൽ MP ഇല്ലാതാക്കപ്പെടും. അപ്പോൾ അവിടെ ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്തുകൊണ്ട് ഒരു MPയെ കണ്ടെത്തണം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന KC വേണുഗോപാൽ ഈ പറയുന്ന മുഖ്യമന്ത്രി ആവുന്നതിലുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും എല്ലാം കണ്ടുകൊണ്ട് ഏറ്റവും നമുക്കിപ്പോൾ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന സീനിയോറിറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശൻ ഇതിനു മുമ്പ് ഒരു മന്ത്രിസ്ഥാനത്ത് ഇരുന്നിട്ടില്ല, അല്ലെങ്കിൽ മുന്നൊരു സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ വരുന്നത്. അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് ഒരാളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സീനിയോറിറ്റി ഉള്ള ആളുകളെ അല്ലെങ്കിൽ ക്യാബിനറ്റിൽ പിടിപാടുള്ള ആളുകളെ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ എല്ലാവരും എൻഡ് ഓഫ് ദി ഡേ VD സതീശന് വേണ്ടി തന്നെയാണ് കുറേ പേരും വോട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി ആവണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ജനവികാരത്തെ കൂടി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് VD സതീശനെ കേരള സംസ്ഥാനത്തിൻ്റെ 2026 മുതൽ 2031 വരെയുള്ള മുഖ്യമന്ത്രിയാക്കി കേരളത്തിലെ ജനങ്ങളുടെ ഇഷ്ടം സബലീകരിക്കണമെന്ന്, അത് സബലീകരിച്ചുകൊണ്ട് ഈ ഒരു UDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ Instagram ആയാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായാലും എല്ലായിടത്തും എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും പൊതുവെ ഉള്ള അഭിപ്രായം VD സതീശൻ ഈ ഒരു കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിനാണ് അതിൻ്റെ ആ ഒരു ഒരു അർഹത ഉള്ളത്. കാരണം ഈ ഒരു പാർട്ടിയെ എങ്ങനെ നിന്നിരുന്നൊരു പാർട്ടിയാണ്. ഏകദേശം 30 to 35 സീറ്റുകൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവർക്ക്. ആ ഒരു സ്ഥാനത്ത് നിന്ന് 100-ലേറെ സീറ്റുകൾ, അത് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് ഇത്ര പഞ്ചായത്ത്, ഇത്ര കോർപ്പറേഷൻ, ഇത്ര മുനിസിപ്പാലിറ്റി, ഇത്ര സീറ്റ് എല്ലാവരും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത ആ ഒരു മനുഷ്യനെ ഒരിക്കലും അവസാന സമയത്ത് തള്ളിക്കളയാന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ജനങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് UDF ക്യാബിനറ്റ് തീർച്ചയായിട്ടും VD സതീശനെ തന്നെ മുഖ്യമന്ത്രി ആക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്